ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ വീഡിയോ എന്താണെന്നല്ലേ, സോഷ്യൽ മീഡിയ മുഖാന്തരം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. 60 കോടിയുടെ വീട്ടിലാണ് ഞാൻ താമസം എന്നുള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ 60 കോടിയുടെ വീടും പരിസരവും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എന്ന് വെച്ചാൽ ഹോം ടൂർ ഇന്നൊന്ന് ചെയ്തേക്കാമെന്ന് കരുതി. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോം ടൂർ കാണിക്കോ എന്നുള്ളത്. വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. 60 കോടിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരുന്നു ഇതുവരെ കാണിക്കാതിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനേ, നിങ്ങളോട് കാണണമല്ലോ, നിങ്ങൾ പാവപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 60 കോടി കാണിക്കാതെ പോകുന്നേണ്ട ഒരാവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പം വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കാണുന്നില്ലേ വ്യൂ? ഇതാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പറയുന്ന എൻ്റെ 60 കോടിയുടെ വീട്. അപ്പോൾ നേരെ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? ബാപ്പൊരി. അപ്പം ഇങ്ങനെ വഴി വച്ചാൽ റൈറ്റ് സൈഡിലായിട്ട് പോർച്ച് ഉണ്ട്. അവിടെ KL56W 8449 വണ്ടി ഉണ്ടോ? എൻ്റെ സ്വന്തം വണ്ടിയാണ്. സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സംഭവം. പിന്നെ സിറ്റ് ഔട്ടിലെ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ടൈലും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും, ഇത് കണ്ടോ, ഇതെന്തിനു വെച്ചതാണ് എന്നുള്ളത് കാണുന്നുണ്ടോ ആരെങ്കിലും? ഇത് നിങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കോലായി നന്നാക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇത് ഷീറ്റ് വിരിച്ചതായിരുന്നു, കാർപ്പറ്റ് വിരിച്ചതായിരുന്നു. അപ്പം ഇവിടെ വെക്കാന്ന് വെച്ചാൽ നായുടെ ശല്യങ്ങളാണ്. പൊന്നാരമക്കളെ, ഒരു രക്ഷയില്ലാത്ത ശല്യമാണ് നായുടേത്. അങ്ങനെ നായി കയറിയിട്ട് ഈ ഷീറ്റൊക്കെ കടിച്ചു പറിച്ചാൽ ഞാൻ ഷീറ്റിടും, നായി കടിച്ചു പറിക്കും, ഞാൻ ഷീറ്റിടും, നായി കടിച്ചു പറിക്കും. ഇതാണ് സംഭവം. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്താക്കി, ഞാൻ ഇതേപോലെ ഒരു റീല് കണ്ടതാണ്. ഉജാല കലക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ നായി കയറൂല എന്ന് പറഞ്ഞിട്ട്. സംഭവം ക്ലിക്കാണ് മക്കളെ, ഒരു രക്ഷയില്ല. കാര്യം എന്താ വെച്ചാൽ ഇവിടെ സ്ഥിരമായിട്ട് കയറുന്ന നായ്ക്കൾ അവിടെ മുറ്റത്ത് വന്ന് ഇത് കണ്ടിട്ട് കുരയോട് കുര. അങ്ങനെ ഇതും കൂടെ കയറുന്നില്ല, അവിടെ നിന്ന് കുരയ്ക്കുക എന്നല്ലാതെ. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ 3 കുപ്പിയിൽ ഉജാല വെള്ളം വെച്ചത്. അപ്പം നമുക്ക് നേരെ അകത്തേക്ക് പോരാം. ബപ്പരി. അപ്പം കയറി വരുന്നത് ലിവിങ്ങിലേക്കാണ്. ലിവിങ്ങിൽ ഈ ഒരു സൈഡിലായിട്ട് സോഫ സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫുള്ള് എനിക്ക് കിട്ടിയ മൊമെന്റോസ് ആട്ടോ. ഇത് എനിക്ക് കിട്ടിയ ഒരു അവാർഡാണ്. എന്താ, സ്ത്രീശക്തി പുരസ്കാരം. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. സ്ത്രീശക്തി പുരസ്കാരം 2023 തോന്നുന്നു, 22 23 ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇത് പുരസ്കാരം എനിക്ക് കിട്ടി. അതേപോലെ ഇത് കണ്ടോ, ഒരു പെർഫ്യൂം ആട്ടോ. ഇതിനിപ്പോൾ എന്താ അത്ര പ്രത്യേകത എന്നല്ലേ, പക്ഷേ ഇതിനെനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഉമ്മ സ്ഥിരമായിട്ട് അടിക്കുന്നൊരു പെർഫ്യൂം ആയിരുന്നു മക്കളെ. ആളിപ്പോൾ ഇല്ല. ഈ ഒരു സ്മെല്ല് എനിക്ക് ആളെ ഓർമ്മ വരുന്ന സ്മെല്ലാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചതാണ്. ബാക്കി ഉളനാട് നിന്ന് കിട്ടിയതും പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടിയതും ഇതേ കണ്ണന് കണ്ടോ. ഇത് ഞാൻ ബോംബെ പോയ സമയത്ത് എനിക്ക് അവിടുന്ന് ഒരു ഫംഗ്ഷന് തന്നതാട്ടോ കണ്ണന്. അപ്പോൾ അങ്ങനത്തെ കണ്ണനും കാര്യങ്ങളും, അതേപോലെ ഒരു കണ്ണനും രാധയും. ഇത് നമ്മുടെ അരുണേട്ടനുണ്ടല്ലോ, കഴിഞ്ഞ ബർത്ത്ഡേക്കല്ല അതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് ആശാൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വാങ്ങി തന്നതാ കണ്ണനും രാധയും. ചുരിദാറൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കലാവിരുതിൻ്റെ പോർഷൻ എന്ന് വെച്ചാൽ ലസിത പാലക്കൽ പറയുന്ന ഡയലോഗ്, ലസിത പാലക്കലിൻ്റെ സ്കെച്ചെടുപ്പ് സ്ഥലം ഇവിടെയാണ്. മനസ്സിലായോ? ഇവിടെ നിന്നാണ് ഞാൻ വരയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയാണ് എൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതെന്ന് വെച്ചാൽ കാലിയായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ പെയിൻറ്റുകൾ ഉണ്ടല്ലോ,
കഴിഞ്ഞ പെയിന്റുകൾ ഇടുന്ന ഒരു കുപ്പിയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇടുക. അതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇടുന്ന ഒരു സംഭവം, പ്ലാസ്റ്റിക് പെയിന്റിന്റെ കാര്യങ്ങളാണ് മൊത്തമായിട്ട്. അപ്പം ഇവിടുന്നാണ് ഞാൻ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ 2 സൈഡ് കണ്ടല്ലോ. ഇനി മൂന്നാമതൊരു സൈഡ് ഉണ്ട്, അപ്പുറത്തെ സൈഡ്. അപ്പം മക്കള് രണ്ടാളും ഇങ്ങോട്ട് തിരിഞ്ഞോളൂ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് TV ശ്രദ്ധിച്ചോളേ നിന്ന. മൂന്നാമത്തെ സൈഡ് മോളവിടെ ഇരുന്നോ. അത് പിള്ളേര് ഒളിച്ച് കളിക്കുക, പിള്ളേര് ക്യാമറന്റെ അകത്ത് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട്. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ ഫോട്ടോസ് വെച്ച്, കുറച്ച് ഫോട്ടോസേ വെച്ചുള്ളൂ. നമ്മളെ PM കൊടുത്തതൊന്നും കാര്യങ്ങളൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. ഇതൊക്കെ മുമ്പ് വെച്ചതാ, വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്. അമൃതാനന്ദമയിന്റെ കൂടെ, ജയറാമിന്റെ കൂടെ, E ശ്രീധരൻ സാറ്, കുമ്മനം രാജശേഖരേട്ടൻ, ദിലീപ്, ഗോകുലം ഗോപാലേട്ടൻ, മമ്മൂട്ടി, മനോജ് K ജയൻ, സുരേഷ് ഗോപി, ഇവരൊക്കെ ആയിട്ടുള്ള. ഇതിലേക്ക് ഇനി ഉണ്ണി മുകുന്ദന്റെ ഫോട്ടോ ഉണ്ട് വരാന്. അനുശ്രീ അപ്പോഴും എനിക്ക് അത് തെറ്റിപ്പോവും. അനുശ്രീന്റെ ഫോട്ടോ ഉണ്ട്, മഞ്ജു വാര്യരുടെ ഫോട്ടോ ഉണ്ട്, മോഹൻലാലിന്റെ ഫോട്ടോ ഉണ്ട്, അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട്. ഇത്രയും ഫോട്ടോസൊക്കെ ഇവിടെ ഇനി എക്സ്ട്രാ വെക്കാറുണ്ട് കേട്ടോ. അതേപോലെ പല പല ആക്ടേഴ്സിന്റെ കൂടെ നിന്ന ഫോട്ടോസും ഉണ്ട്, അതും ഇതിന്റെ കൂടെയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ വീട് പണിയൊന്നും തീരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കാമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ പുരസ്കാരം കിട്ടിയത് 2023 എനിക്ക് അവാർഡ് കിട്ടിയത്. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം മോനൊന്ന് ലോങ് ആയിട്ട് നിന്നിട്ട് ഈ ഒരു ഏരിയ കാണിച്ചിട്ട്. അപ്പം ഇതാണ് ഈ ലിവിങ്ങിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവമാണ്. ഇവിടെയാണ് എൻ്റെ വരയും കുത്തും പുള്ളിയൊക്കെ ആരോണ്ടോ വരയ്ക്കുന്നത് കൊണ്ടാട്ടോ ചുമരിൻ്റെ മുകളിൽ ഇത്രയും പെയിന്റ് വരുന്നത്. കണ്ടോ, ആരാണ്ടോ വരയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിന്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതാ സോഫയുടെ മുകളിലൊക്കെ പെയിന്റ് ആട്ടോ ഗൈസ്. സോഫയുടെ മുകളിൽ നിന്നല്ല, തിരിച്ച് ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഒക്കെ ഈ ചുമരിൻ്റെ മുകളിൽ പെയിന്റ് ആണ്. അതേപോലെ എനിക്ക് ചെറിയൊരു ഭ്രാന്തുണ്ട്, എനിക്ക് ദേഷ്യം പിടിച്ച പെയിന്റ് തൊട്ടാണ്. അതെങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നുമില്ല. അപ്പം നമ്മൾ ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതാട്ടോ. അവിടെ ഡോറ് തുറക്കുമ്പോൾ ഫസ്റ്റ് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു കണ്ണനെയാണ്. അപ്പം എനിക്ക് പൂജാമുറിയും കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ ഈ ഒരു കോർണറിനെ ഞാൻ എടുത്തത്. ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ മാത്രമേ ഇല്ലായിരുന്നു ആദ്യം തൊട്ടേ. ഈ ഒരു ഫോട്ടോ 2018 അങ്ങാണ്ട് ഞാൻ വരച്ചൊരു ഫോട്ടോ ആണ്. അതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ചുരുട്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ക്യാൻവാസിൽ വരച്ചതായിരുന്നു. അപ്പൊ ഈ ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് അതും ഇതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്, ഭംഗിക്ക് മാറ്റമുണ്ട്. അപ്പോൾ ഫോട്ടോ കണ്ട സമയത്ത് അവർക്ക് വേണ്ട, അവർക്ക് അക്രലിക് ഷീറ്റിന്റെ മുകളിൽ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ സ്ട്രെയിൻ ചെയ്തിട്ട് വരച്ചതാണ് ഈ ക്യാൻവാസിന്റെ മുകളിലുള്ളത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഈ അക്രലിക് ഷീറ്റിന്റെ മുകളിലത്തത് മാത്രമല്ലേ എല്ലാവരും കാണാറുള്ളത്, ക്യാൻവാസിൻ്റെ കൂടി കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ക്യാൻവാസിൻ്റെത് ഞാൻ സൂക്ഷിച്ച് വെക്കൽ തുടങ്ങി. ഇത് 2018 അതുകൊണ്ടാണ് ഫേസ് ഒക്കെ ഇങ്ങനെ വരുന്നത്. 2024 അതുകൊണ്ടാണ് ഫേസ് ഇങ്ങനെ വരുന്നത്. 2018-24 തമ്മിലുള്ള മാറ്റങ്ങൾ കണ്ടോ. ഈ കണ്ണന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് വരച്ചതായിരുന്നു. അപ്പോൾ കണ്ണൻ കുസൃതി കാണിക്കും, കണ്ണൻ കുസൃതി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ ചെറിയൊരു കുസൃതി കാണിച്ചു. കുസൃതി എന്താന്ന് പറഞ്ഞാൽ ചിലരത് ഉൾക്കൊള്ളൂല, അതുകൊണ്ട് ഞാൻ ആ കുസൃതി പറയുന്നില്ല. അപ്പോൾ അത് എനിക്ക് പിന്നെ ഈ കണ്ണൻ എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല, എനിക്ക് ഇവിടെ വേണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ ആൾക്ക് വരച്ച് വേറെ മാറ്റി വരച്ച് ഈ ഒരു ഫോട്ടോ ഇവിടെ വെച്ചതാണ്. പക്ഷേ ഈ ഒരു ഫോട്ടോ ഇവിടെ വന്നപ്പം തൊട്ടിട്ട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വരാറും തുടങ്ങിട്ടോ. ഇത് വെച്ചതിന് ശേഷം അരുണിന് KSRTCയിൽ ജോലിയൊക്കെ കിട്ടിയത്. അതുമല്ലാതെ എൻ്റെ വലിയൊരു സ്വപ്നം തന്നെ കണ്ണൻ സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. ഏതാതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അതേപോലെ തന്നെയാണ് ഇതും.
ഞാൻ ഒരേ ഫോട്ടോ മാത്രമേ വരയ്ക്കുന്നുള്ളൂ എന്നുള്ള പലരുടെയും സംസാരം കൊണ്ട് മാറ്റി വരച്ചൊരു ഫോട്ടോ ആണിത്. അപ്പോൾ വരച്ചു വെക്കുമ്പോൾ ആശാൻ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ലടേ. അപ്പോൾ ഞാൻ എന്താക്കി, എന്നോടൊരാൾ ചോദിച്ച 20,000 രൂപ തരാം, ഈ ഒരു ഫോട്ടോ കൊടുക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ വേറെ ഒന്ന് മാറ്റി വരയ്ക്കാമായിരുന്നു, പക്ഷെങ്കിൽ ഞാനിത് തരൂല, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം ഇത് എന്താണെന്നറിയില്ല, ഈ 3D ഗോൾഡ് എടുത്ത് പിടിച്ച് കാണിക്കുന്നത് ഭയങ്കര ഒരു തിളക്കം. ഇവിടെ ഒരാൾ ഫോട്ടോ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അയാളും പറഞ്ഞു ഇത് ഭയങ്കരമായിട്ടൊരു എടുത്ത് പിടിക്കുന്ന ഒരു കണ്ണൻ, എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്നുള്ളത്. എന്തായതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ണക്കണ്ണൻ ഏറ്റവും കുഞ്ഞായിട്ട് ഞാൻ വരച്ച ഒരു ഫോട്ടോ ആണിത്. ഇത് A5 സൈസ് ആട്ടോ. A5 സൈസിൽ വരച്ച് നോക്കിയതാണ്. പക്ഷെ ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് നിർത്തിക്കാൻ. പിന്നെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ് കുഞ്ഞ് വരയ്ക്കുക എന്നുള്ള. വലുത് വരയ്ക്കാൻ നിർത്തുന്നത് ഈസിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു കുഞ്ഞി ഫോട്ടോ ആണ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് വരച്ച ആരോ തരികയാണെന്നും ഞാനല്ല വരയ്ക്കുന്നത് എന്നൊക്കെ പലരും പല രീതിയിൽ ഗോസിപ്പടിച്ചിറക്കിയിട്ടുണ്ടല്ലോ. അവരോടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് പറയാണ്. ഞാൻ ആദ്യം വരച്ചത് വെണ്ണക്കണ്ണനെയല്ല, ഞാൻ ആദ്യം വരച്ചത് ഈ ഒരു രൂപമാണ്. ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് ഞാൻ ആദ്യമായിട്ട് വരച്ച് ശങ്കരൻ നമ്പൂതിരിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ്. ആ ഒരു കണ്ണൻ ഇപ്പോഴും ശങ്കരേട്ടൻ്റെ പൂജാമുറിയിലുണ്ട്. അത് ഞാനൊരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരാൾ വരയ്ക്കാൻ അറിയുന്ന വ്യക്തിയാണോ വരച്ചതെന്നും വരയ്ക്കാൻ അറിയാത്തൊരു വ്യക്തിയാണോ വരച്ചതെന്നുള്ളതും അതിൻ്റെ ഒരൊറ്റ ഫേസ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുണ്ട്. അത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം കയറി വരുമ്പം ഡൈനിങ് ഹാളിലത്തെ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് തന്നെയാണ്, കണ്ണൻ സ്പേസ്. എനിക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ അരുണിനോട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സോഫ സെറ്റൊക്കെ മേടിച്ചിട്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇത് നമ്മളുടെ ഒരു സ്പേസ് ആക്കി, വീഡിയോ എടുക്കാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റി എടുക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് 60 കോടിയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊന്നും വലിയ വീടാണ്. ഒരുപാട് വലുതൊന്നും അല്ലെങ്കിലും ഹാളിനൊക്കെ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഹാളിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരിക വെച്ചാൽ ലോങ് സൈഡിൽ നിന്ന് കാണാൻ കുറച്ച് നല്ല വീതിയും നീളമുള്ളൊരു ഹാളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ കട്ടിലിട്ടത് എന്തിനാന്ന് വെച്ചാൽ വെറുതെ കട്ടിൽ അധികമുള്ളത് കൊണ്ട് ഇട്ടതാട്ടോ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇട്ടതൊന്നുമല്ല. പക്ഷെ ഈ കട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഇതെന്റെ തറവാട്ടിൽ എന്ന് വെച്ചാൽ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന കട്ടിലാണ്. ഇതിന് 10-25 വർഷം പഴക്കമുള്ള കട്ടിലാണ്. ഈ കട്ടിൽ എന്ന് പറയുന്നത് ഇതിന്റെ കട്ടിലിന്റെ ഈ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മളെ അടിഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ കട്ടിലാട്ടോ. അതാണ് ഈ ഒരു കട്ടിൽ വരുന്നത്. പിന്നെ ഈ ഒരു മറച്ചിട്ടത് എന്താണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൂടി ഞാൻ തുറന്നടിച്ച് കാണിച്ചു തരാം. ഇവിടെ എൻ്റെ എക്യുപ്മെന്റ്സ് ആണ് സംഭവം. എൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഗൈസ് കണ്ടോ, ആണിക്കൊക്കെ ഒരു കുറവുമില്ല ഗൈസ്, ആണിയും കാര്യങ്ങളും. അതേപോലെ തന്നെ ഇതാ ഇതിൻ്റെ ചോട്ടിലായിട്ടാണ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാറ്. കുറേ ഫ്രെയിമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വരുന്ന സമയത്ത് ഇതൊരു ബോറായിട്ട് തോന്നണ്ട. പിന്നെ ഇത്രയൊക്കെ ഫ്രെയിമൊക്കെ വാങ്ങി ഇതൊക്കെ ഇത്രത്തോളമൊക്കെ ഫ്രെയിം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ കരുതി ഇവിടെ ഒരു കർട്ടൻ ഇട്ട് ഇതങ്ങ് മറച്ചേക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് കർട്ടൻ ഇട്ടിട്ട് മറച്ചത്. അപ്പോൾ ഹാളിൻ്റെ വിശേഷം, ഡൈനിങ് ഹാളിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. പിന്നെ അവിടെ കോണിയാണുള്ളത്, അവിടെയൊക്കെ കാർട്ടൂൺ ആണുള്ളത്. എന്ന് വെച്ചാൽ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് ഞാൻ കൊറിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡാണ്. നമുക്ക് ഇവിടെ താഴെ വെക്കാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട്. അതേപോലെ എൻ്റെ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ചട്ടയും കാര്യങ്ങളൊക്കെ
ഇതിൻ്റെ ചോട്ടിലായിട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഒരു റൂം ഞാൻ കാണിച്ചു തരാം. ഒരു റൂം വരുന്നത് ഇതാണ് ഒരു റൂം വരുന്നത്. ഇതെന്ന് വെച്ചാൽ മക്കൾസ് റൂം കേട്ടോ. മക്കൾസിൻ്റെ റൂമാണ്. ഓളുടെ ബൊമ്മക്കുട്ടിയാണ് ആ കാണുന്നത്. രണ്ടാൾക്കും രണ്ട് സൈഡിലായിട്ട് ഓരോ അളമാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് ഒരു റൂം വരുന്നത്. അതേപോലെ അറ്റാച്ച്ഡ് ആണ്, ബാത്റൂം ഉണ്ട്. ബാത്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം തുറന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതേപോലെയാണ്. അതേപോലെ എൻ്റെ ഒരു ചെറിയൊരു കലാവിരുത് എന്ന് പറയുന്നത് ഇത് ഞാൻ വരച്ചതാണ്. ഞാൻ വരച്ചൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു റൂം വരുന്നത്. ഇനി അടുത്ത റൂം അപ്പുറത്തെ സൈഡിലാണ്. കുറച്ചൊന്ന് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വീട് 60 കോടിക്ക് അടുത്തൊന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ചൊന്ന് സ്പേസ് ഉള്ള ഒരു റൂമാണ്, അല്ല വീടാണ്. അപ്പോൾ അടുത്ത റൂം വരുന്നത് ഇതാണ്. ഇതെന്ന് വെച്ചാൽ എൻ്റെ സ്പെഷ്യൽ റൂമാണ്. ഇതിൻ്റെ അകത്തേക്ക് വലുങ്ങനെ ആർക്കും പ്രവേശനമില്ലാത്തൊരു റൂമാണ്. കണ്ണാടിയിൽ നിങ്ങളെ കാണണ്ട, മോളെ പുറത്തുകൂടെ. അപ്പോൾ ഇതാണ് സംഭവം. 2 അലമാറ വരുന്നത് ഇവിടെയാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ബാത്റൂം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു നിന്നു. പിന്നെ ഇവിടെ ഒരു TV വരുന്നുണ്ട്. അവിടെ TV ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ആരും TV കാണാനും ഇതാക്കാനൊന്നും വരാറില്ല പൊതുവെ. അപ്പം ഇത് മാസ്റ്റർ ബെഡ്റൂം ആട്ടോ. ഇതാണ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ബെഡ്റൂം എന്നും അല്ലേ. ഇതിൻ്റെ അകത്തേക്ക് മറ്റൊരാൾക്കും അങ്ങനെ വലിയ പ്രവേശനം ഇല്ലാത്തൊരു റൂമാട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മാത്രമേ കയറാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. അതാണ് സംഭവം. എന്ന് വെച്ചാൽ മക്കൾ കയറുന്നതിന് വലിയ പ്രശ്നവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പുറത്തുനിന്ന് ഒരാൾ വന്നാലൊക്കെ നമ്മൾ മറിക്കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെന്ന് വെച്ചാൽ ഇനി നമുക്കുള്ളത് കിച്ചണാണ്. കിച്ചൺ വരുന്നത് ഇന്ത പക്കമാണ് ഉണ്ടാക്കി ലൈറ്റ് ഇട്ടേ മോനെ. കിച്ചൺ എന്ന് പറയാൻ വേണ്ടിയിട്ട് വലിയ ആർഭാടമായിട്ടുള്ള കിച്ചണും കാര്യങ്ങളൊന്നുമല്ല. സദാ ഒരു കിച്ചണ്. അതേപോലെ ഫ്രിഡ്ജ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. പിന്നെ ഇവിടെന്ന് വെച്ചാൽ വർക്കേരിയാണ്. വർക്കേരി ആയിരുന്നു, ഇപ്പോൾ വർക്കേരി അല്ല, ഇപ്പം നർക്കേരിയാണ്. ഒന്നായിട്ട് നിറച്ചിട്ടതാണ്. ഞങ്ങൾ അലക്കിയാൽ ആറിയൊക്കെ ഇടുന്ന സ്ഥലം ഇവിടെയാണ്. അതേപോലെ അലക്കാനുള്ളതും അലക്കി വെച്ചതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളും വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്പേസിൻ്റെ അകത്തായിട്ട് കുത്തി നിറച്ചതാണ്. ഇവിടെയൊക്കെ ആകുമ്പം വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഇത് നന്നാക്കിയ ഒരു പക്ഷേ 60 കോടിയൊക്കെ കിട്ടുമായിരിക്കാം. മര്യാദ പിടിക്കോ കിട്ടാം, അപ്പോൾ പറയാൻ പറ്റൂലേ, മഞ്ചപ്പാരല്ലേ, നമുക്ക് ലേലത്തിലിട്ടാലോ. അപ്പോൾ ഇതാണ് എൻ്റെ വീടും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും. എൻ്റെ വീട് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരുമെന്ന് പലപ്പോഴായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് വയ്യെ പോരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ 2 പിള്ളേഴ്സും വേണമല്ലോ. രണ്ടാൾക്കും ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഹോം ടൂർ ചെയ്തേക്കാം, നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം. സോഷ്യൽ മീഡിയ പറയുന്ന 60 കോടിയുടെ വീട്ടിലേക്ക് ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് മാക്സിമം പറയട്ടെ കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് നെഗറ്റീവിനെയാണ്. അതുകൊണ്ട് മാക്സിമം നെഗറ്റീവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ.